أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم. والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തൊരുമിക്കൽ അവൻ്റെ അടുക്കൽ സ്വാലിഹായ ഒരമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ മജ്ലിസിൽ സംഗമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിനീതരായ അടിമകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി
ഈ പ്രദേശത്ത് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്ന സാഹചര്യം ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഖണ്ഡന പ്രസംഗങ്ങളെ വിമർശിച്ചുകൊണ്ട് നടന്ന ഒരു ഖണ്ഡന പ്രസംഗത്തിന് മറുപടിയാണിത്. ഖണ്ഡന പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, സമൂഹത്തിൽ തർക്കമുണ്ടാക്കുകയാണ്, ഭിന്നിപ്പുണ്ടാക്കുകയാണ്, എന്നാലും ഞങ്ങൾ ഖണ്ഡന പ്രസംഗം നടത്തുകയാണ്. ആ നിലയിൽ ബന്ദിനെതിരെ ബന്ദ് എന്ന് പറയുന്നത് പോലെ ഖണ്ഡന പ്രസംഗത്തിനെതിരെ ഒരു ഖണ്ഡന പ്രസംഗവും. ആ ഖണ്ഡന പ്രസംഗം കേരളത്തിലൊട്ടാകെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കുറെ കാലമായി ജീവിതത്തിലെ ഒരാഗ്രഹമായി കൊണ്ടു നടന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അതെങ്കിലും നേടിയില്ലെങ്കിൽ എന്തിനാണ് ഈ പണിക്ക് നടക്കുന്നത് എന്ന ചിന്ത, ആ ചിന്തയും ദുരാഗ്രഹവും മൂത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ ചാടിയിറങ്ങി അവസാനം കെട്ടിവെച്ച പൈസ പോലും കിട്ടാതെ നടുവൊടിഞ്ഞ് നിലത്തേക്ക് വീണ സാഹചര്യത്തിൽ പിന്നെ ഒന്ന് വിലപിക്കുക, വാപൊളിച്ച് കരയുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ആ നിലവിളിയാണ് നാടൊട്ടുക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നിലവിളിക്കിടയിൽ മുജാഹിദ് പ്രസ്ഥാനം ഒരു ദാക്ഷിണ്യം കാണിക്കും എന്നവർ വിചാരിച്ചിട്ടുണ്ടാകും. ആദർശ രംഗത്ത് അസത്യമായ, അപകടകരമായ, വ്യാജമായ ഒരാദർശം നിലനിർത്തി പോരുമ്പോൾ ആ അസത്യവാദത്തിനോട്, സത്യവിരുദ്ധമായ ആശയത്തോട് ഒരു നീതിയും ഒരു വിട്ടുവീഴ്ചയും കാണിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കമല്ല. അസത്യത്തെ അസത്യമായി കണ്ടുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ കഴുത്തറുക്കുക തന്നെ ചെയ്യും. അത്തരമൊരു കഴുത്തറുക്കലാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. എന്നാൽ പിന്നെയും ഒരു മറുപടി പ്രസംഗം ഇവിടെ നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ അന്ന് അർത്ഥത് ശരിയായില്ല എന്ന് വിചാരിക്കണ്ട. നേരെ മറിച്ച് ഏതൊരു ഉരുവിനെ അറുത്താലും ഒന്ന് പിടക്കും, ഒന്ന് കാലിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിറപ്പിക്കും. അതാ ജീവൻ പോകുന്നതിന് മുമ്പുള്ള സക്രാത്തിന്റെ ഹാലാണ്. ആ സക്രാത്തിന്റെ ഹാലാണ് ഇവിടെ കണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനിയും ജീവൻ അവശേഷിക്കുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി നന്നായി അറക്കേണ്ടി വരും. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തയ്യാറാണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന വിവരം ആദ്യമായി അറിയിക്കുകയാണ്. ഇവിടെ പ്രസംഗിക്കാൻ വന്ന ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമിയുടെ എഴുത്തുകാരനും ബുദ്ധിജീവിയും ഗ്രന്ഥകാരനും പ്രാസംഗികനും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണങ്ങളുള്ള മഹാപണ്ഡിതൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആശ്വാസം കണ്ടെത്താൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യത്തിൽ ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്ക് പലപ്പോഴും ആശ്വാസം കിട്ടുക ഒരു കളവിലായിരിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രഭാഷണത്തിന്റെ സീഡിയിലും ഈ പരിപാടിയിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി കളവ് നിർത്തുമോ എന്ന ഒരു പേരിട്ട് കൊടുത്തത്. ഇവിടെയും അദ്ദേഹം ആ കളവ് ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഈ കളവ് ആവർത്തിക്കുന്നുണ്ട്. അതാണ് ആദ്യമായി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ വാചകം അദ്ദേഹത്തിന്റെ നാവിലൂടെ തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഈ പ്രസംഗങ്ങൾ കുറെ സ്ഥലത്തായി നടത്തണം. ഇതുവരെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഒരു മുജാഹിദ് പണ്ഡിതനും മറുപടി പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ എടുത്തു വെച്ചോ മുജാഹിദ് സുഹൃത്തുക്കളെ, എനിക്ക് മറുപടി പറഞ്ഞ CD നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. ഞാൻ നടത്തിയ ഒന്നാമത്തെ പ്രസംഗവും നിങ്ങൾ കേട്ടോ. ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. 30 ചോദ്യമാണ് ഞാൻ കൊടുത്തത്. അതിൽ 3 എണ്ണത്തിനെങ്കിലും മറുപടി പറഞ്ഞാൽ ബാക്കി 0 നമുക്ക് ഒഴിവാക്കി കൊടുക്കായിരുന്നു. ഇരിക്കട്ടെ.
കണ്ടോ, ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നാ. ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഈ കുനിയിൽ വെച്ചല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്? അതിന്റെ CD നിങ്ങൾക്ക് ലഭിക്കില്ലേ? ഒറ്റ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലേ? ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ലേ? എന്തിനാണ് ഈ കളവ് അദ്ദേഹം പറയുന്നത്? പിന്നെ 30 ചോദ്യം തന്നു. ആർക്ക് തന്നു? ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ എവിടെ മുഖാമുഖം നടത്തിയാലും ചിലപ്പോൾ 30, ചിലപ്പോൾ 11, ചിലപ്പോൾ 12, ചിലപ്പോൾ 17 അങ്ങനെ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ തരാറുണ്ട്. ഈ അടുത്ത സ്ഥലമാണ് മുക്കം. അവിടെ ഒരാളുടെ പേരും അയാളുടെ ഫോൺ നമ്പരും വെച്ചുകൊണ്ടാണ് ഒരു നോട്ടീസ് ഇറങ്ങിയത്. ആ ഫോണിൽ ഈയുള്ളവൻ ബന്ധപ്പെട്ടു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്. ആള് മാറിയിട്ടല്ല, ആള് മാറി പറഞ്ഞിട്ടല്ല, എന്റെ പേര് പറഞ്ഞ് ഞാൻ ഇന്നയാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ പേരിൽ ഒരു നോട്ടീസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളത് ഇറക്കിയതാണോ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അത് ഇറക്കിയത്? അദ്ദേഹം പറഞ്ഞു അതെ, ഞാൻ അറിഞ്ഞുകൊണ്ടാണ്. എങ്കിൽ നിങ്ങൾ നേരിൽ വരണം. നിങ്ങൾ ഉന്നയിച്ച ആ ചോദ്യങ്ങളിൽ പറഞ്ഞ തെളിവുകളുമായി നിങ്ങൾ നേരിൽ വന്നാൽ തീർച്ചയായും നിങ്ങൾക്കിവിടെ അവസരമുണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സമർത്ഥിക്കാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, ഞാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അവസാനം പരിപാടി തീരുന്നത് വരെ കാത്തു നിന്നു. പരിപാടി തീർന്നിട്ടും തീരാറായിട്ടും അദ്ദേഹം വരുന്നത് കാണുന്നില്ല. ഒന്നുകൂടി നമ്മൾ വിളിച്ചു ചോദിച്ചു, അദ്ദേഹം വന്നിട്ടുണ്ട് എങ്കിൽ അവസരം കൊടുക്കണം, അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കണം. ആ സമയത്ത് അദ്ദേഹം അവിടെയുണ്ട്, ആ ശബ്ദം കേൾക്കുന്ന ആ പരിധിയിൽ തന്നെ അദ്ദേഹമുണ്ട്. പക്ഷെ അദ്ദേഹം വന്നില്ല. ആ ചോദ്യങ്ങൾ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ എണ്ണി മറുപടി പറഞ്ഞു. ഇവിടെ അടുത്തല്ലേ മുക്കത്ത്. എന്നിട്ട് നമ്മുടെ ബഹുമാനനായ സദറുദ്ദീൻ മൗലവി എന്തിനാണ് ഈ കളവ് പറയുന്നത്? അതുകൊണ്ടാണ് ബഹുമാനനായ സദറുദ്ദീൻ മൗലവിയോട് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് രാജിവെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വരണം. കാരണം നിങ്ങൾ ആ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിർബന്ധിതനാവുകയാണ് കളവ് പറയാൻ. നിങ്ങൾ നിർബന്ധമായും കളവ് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ബഹുമാനനായ സദറുദ്ദീൻ മൗലവി ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് രാജിവെക്കണം. അത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്, നിങ്ങളുടെ പരലോക വിജയത്തിന് ആവശ്യമാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരാൾ നിന്നാൽ നിർബന്ധമായും കളവ് പറയണം എന്നത് അത് എന്റെ ആരോപണമാണോ? തെറ്റിദ്ധരിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമി നന്നായി അനുഭവിച്ച, നന്നായി നുകർന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്ന മൗദൂദിസ്റ്റുകളിൽ പ്രഗത്ഭനായ ഒരു വ്യക്തി തന്നെ ആ കാര്യം വ്യക്തമായി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഇതിന്റെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ വിഷമങ്ങൾ ഓർക്കാതെ ഒരു കുടുംബത്തെ, എൻ്റെ ഭാര്യ ഉടനെ എന്നോട് ചോദിച്ചത്, ഇനി നമ്മൾ ഏത് പള്ളിയിലേക്കാണ് പോവുക? ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ മുൻകൈയെടുത്ത് എൻ്റെ ഭാര്യ അഡ്വാൻസ് നൽകിയതായ ഒരു പള്ളിയാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി. ഞങ്ങൾക്ക് വാരാന്ത്യയോഗത്ത് സംബന്ധിക്കാനും കുട്ടികൾക്ക് ജമാഅത്ത് പങ്കെടുക്കാനും വേണ്ടി ഞങ്ങളൊക്കെ മുൻകൈയെടുത്തുണ്ടാക്കിയതാ. ആ പള്ളിയിലേക്ക് ഇനി അയക്കാൻ പറ്റുമോ? അവിടെ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ എന്ന് എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കണമെങ്കിൽ അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ്. ഇത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ എൻ്റെ മകൻ ഹായിലൊരു സൗദി ഗവൺമെൻറ് കോളേജിലെ ലെക്ചറാണ്. ആ യുവാവ് അവിടെ എത്തിയപ്പോൾ അതൊരു ഡോക്ടറേറ്റ് ഒക്കെ നേടി ഇങ്ങനത്തെ ഒരു സ്ഥാനം കിട്ടിയപ്പോൾ ആ നാട്ടിൽ പലരും അത് ശ്രദ്ധിച്ചു. മലയാളികളായ ആളുകൾ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ ലോക്കൽ ഷൂറ ചെന്ന് മകനെ കണ്ടു, ഉമർ തസ്നീം. ആൾ പറഞ്ഞു, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിക്കണം. ആ മകൻ പറഞ്ഞു, ഞങ്ങൾ വാപ്പ മുതൽക്ക് പെറ്റു വളർന്ന് ഈ രീതിയിലെല്ലാം വളർന്ന് പ്രവർത്തിക്കുന്ന ജമാഅത്തിലല്ലേ, പക്ഷെ വാപ്പയോട് ചെയ്ത ഈ നടപടിയുടെ കാരണം എന്തെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഉടനെ ആ ഷൂറയുടെ നേതാവായ ആൾക്കറിയാം. അദ്ദേഹം ചോദിച്ച ചോദ്യം, താങ്കളുടെ കൂടെ ഇപ്പോഴുള്ളത് താങ്കളുടെ 1ാം ഭാര്യയോ 2ാം ഭാര്യയോ? മകൻ മോഹലാസ്യപ്പെട്ടില്ല, കാരണം ഞാൻ ആ ചോദിക്കുന്നവരെ അറിയുന്നുണ്ട്. മകൻ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സംബന്ധങ്ങൾ, ഈ കളവുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ നടപ്പിലാക്കാൻ ആരാണ് ഇവരെ ഏൽപ്പിച്ചത്? ഈ കളവുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ നടപ്പിലാക്കാൻ ആരാണ് ഇവരെ ഏൽപ്പിച്ചത്? അല്ലോ, അതന്നെ നമുക്ക് ചോദിക്കാനുള്ളത്. ഈ കളവൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ നടപ്പാക്കാൻ ആരാണ് ഇവരെ ഏൽപ്പിച്ചത്? അപ്പൊ നമ്മുടെ സദറുദ്ദീൻ മൗലവി പറയും, ഇവർക്ക് ഈ സ്ക്രീൻ കെട്ടിയിട്ട് ഈ നടത്തലാ പരിപാടി, ഇവർക്ക് ഈ സ്ക്രീൻ കെട്ടലാ പരിപാടി, ഇവിടെ പ്രൊജക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ വാദം നടത്തുന്നത്. അങ്ങനെ മൗദൂദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. നിങ്ങളുടെ മൗദൂദിയാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ സ്ക്രീൻ കെട്ടണം, പ്രൊജക്ടർ ഉപയോഗിക്കണം, എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കണം. മൗദൂദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. നിങ്ങൾ ചോദിച്ചോളൂ.
നിങ്ങളുടെ ചോദ്യത്തിൽ 31ാമത്തെ ചോദ്യം അതായിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് മറുപടി പറഞ്ഞു തരും. അപ്പൊ ഇത് മൗദൂദിയുടെ സംരംഭമാണ്, മൗദൂദി പറഞ്ഞു പഠിപ്പിച്ചതാണ്. നിങ്ങൾ സ്ക്രീൻ കെട്ടണം. മൂപ്പർക്ക് വല്ലാത്ത വിഷമം, ഇടക്കിടക്ക് ഇങ്ങനെ സ്ക്രീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ മുടക്കാൻ ശ്രമിക്കരുത്. അത് ശ്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിപ്പിച്ചത്. മൗദൂദിയുടെ സംരംഭമാണ്, മൗദൂദി പറയുന്ന കാര്യമാണ് എന്ന് സൂചിപ്പിക്കാനുള്ള കാരണം. അപ്പൊ ഏതായിരുന്നാലും മാന്യ സഹോദരങ്ങള്, ഇവർ ഈ കളവ് പറഞ്ഞിട്ട് എന്തിനാണ് ഈ സമൂഹത്തിനിടയിൽ നടക്കുന്നത്? കളവ് പറയാൻ വേണ്ടി ഒരു സംഘടന, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടന, രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന? നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കോൺഗ്രസ് പോലെ, മുസ്ലിം ലീഗിനെ പോലെ, CPI പോലെ, CPM പോലെ, ഭാരത ജനതാ പാർട്ടിയെ പോലെ ഒരുപാട് സംഘടനകളുണ്ട്. അതുപോലെ ഞങ്ങളും ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്ന് നിങ്ങൾ പരസ്യമായി പറഞ്ഞോളൂ. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ഈ കാപട്യങ്ങളും അതുപോലെ അഴിമതിയും കരിഞ്ചന്തയും ഒക്കെ നടത്തുമ്പോ അവിടുത്തെ അഴിമതിയും കരിഞ്ചന്തയും ഞങ്ങൾ മതത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിമർശിക്കും എന്നല്ലാതെ ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ നിങ്ങളെ വിമർശിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഈ സമൂഹത്തിലെ യുവാക്കളെ വിളിച്ചുകൊണ്ട്, അതുപോലെ സഹോദരികളെ വിളിച്ചുകൊണ്ട്, ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഇബാദത്താണ്. നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്നതാകട്ടെ, നിങ്ങൾ പറയുന്ന കളവുകളാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന വോട്ടാകട്ടെ, നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യമാകട്ടെ, ഇതെല്ലാം ഇബാദത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മതം നിർമ്മിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ പുതിയ ശറഉണ്ടാക്കുകയാണ്, പുതിയ വിധികൾ ഉണ്ടാക്കുകയാണ്, പുതിയ തത്വങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. ഇത് ഒരിക്കലും സമ്മതിച്ചു തരാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. നിങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചത് വേണ്ട, റസൂലുള്ള പഠിപ്പിച്ചത് വേണ്ട, ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ വേണ്ട, സഹാബത്ത് ചെയ്തത് വേണ്ട. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ബുദ്ധിജീവി, ആ ബുദ്ധിജീവി തന്റെ തലയിൽ തോന്നിയ കാര്യം, അല്ലെങ്കിൽ തന്റെ തലയിൽ ഉത്ഭവിക്കുന്ന കാര്യം, ആ കാര്യങ്ങളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ഹോബി. അതാണ് ഈ കുനിയിൽ നിങ്ങൾ നടത്തിയത്. അതാണ് നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. നിങ്ങൾ വലിയ ബുദ്ധിജീവി ചമയുകയാവാം, നിങ്ങൾ വലിയ എഴുത്തുകാരന്റെ ഭാവം നടിക്കുകയാകാം, നിങ്ങൾ ഒരു വലിയ വായനയുടെ ഉടമസ്ഥനാണ് എന്ന് വരുത്തി തീർക്കുകയാകാം. പക്ഷേ അതുവഴി ഇവിടെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ പരിഹസിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ ദീൻ പരിഹസിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നിങ്ങളൊരു വരണ്ട മനസ്സിന്റെ ഉടമയായി മാറുന്നു. ചൊറി പിടിച്ച, വരണ്ട, അതേ അങ്ങേറ്റം ശുഷ്കിച്ച മനസ്സിന്റെ ഉടമകളായി നിങ്ങൾ മാറിപ്പോകുന്നുണ്ട് എന്ന വിവരം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. ഞാനിത് വെറുതെ പറയുകയല്ല, ഒരൽപ്പം സുദീർഘമാണ്, നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. പക്ഷേ ആ വിലപ്പെട്ട സമയത്തിനിടയിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് നമ്മുടെ വിശദീകരണത്തിൽ നമ്മുടേതായ ഒരു വ്യാഖ്യാനം വന്ന് അതിന്റെ യഥാർത്ഥ സത്ത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇവിടെ പ്രസംഗിച്ച സദറുദ്ദീൻ മൗലവി ഇവിടെ പ്രസംഗിച്ചതുപോലെ തന്നെ നാടിന്റെ നാനാദിക്കിലും പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ പ്രസംഗിച്ച CD പൂർണ്ണമായി ഞാൻ കേട്ടു. അതുപോലെ അദ്ദേഹം അതിനുശേഷം എറണാകുളത്ത് നടത്തിയ പ്രസംഗവും കേട്ടു. ആ പ്രസംഗങ്ങളെല്ലാം ഒരേ ഒരു മാറ്ററാണ്, ഒരു വ്യത്യാസവുമില്ല. ഞാനിവിടെ കേൾപ്പിക്കുന്നത് കുനിയിൽ പ്രസംഗിച്ച CD അല്ല, നേരെ മറിച്ച് ഇദ്ദേഹം എറണാകുളത്ത് നടത്തിയ പ്രസംഗത്തിന്റെ CD ആണ്. പക്ഷെ നിങ്ങൾക്ക് ആ വാചകം കേൾക്കുമ്പോൾ മനസ്സിലാകും ഇത് ഇവിടെ പ്രസംഗിച്ചത് തന്നെയാണല്ലോ എന്ന്. അത് ഒരു പ്രസംഗം എഴുതിപ്പിടിച്ച് നാടൊട്ടുക്കും അത് പ്രസംഗിച്ച് നടക്കുക എന്ന ആ കളവിന്റെ പ്രചാരവേല അറിഞ്ഞോ അറിയാതെയോ സദറുദ്ദീൻ മൗലവി ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും നാടൊട്ടുക്കും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ വൈകാരികമായി അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ബഹുമാന്യനായ ഇസ്ലാമിക പണ്ഡിതൻ മർഹൂം മുഹമ്മദുൽ ഗസാലി, 20-ാം നൂറ്റാണ്ട് കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മുഹമ്മദുൽ ഗസാലി, അദ്ദേഹത്തിന്റെ ഹുമൂമുദ്ദാഴിയ എന്ന ഒരു പുസ്തകമുണ്ട്.
പ്രബോധകന്റെ മനോവ്യഥകൾ എന്ന പേരിൽ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലോകത്തിന്റെ വേദനകളാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. മുസ്ലിം ലോകത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് എഴുതവേ അദ്ദേഹം പറയുന്നു, ഫലസ്തീനിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു, മുസ്ലിം രാജ്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. 70 വർഷത്തോളമായി ഫലസ്തീൻ അത് സാമ്രാജ്യത്വ ശക്തികളുടെ, സയനിസ്റ്റുകളുടെ, ജൂതന്മാരുടെ കയ്യിലാണുള്ളത്. അവരുടെ അധിനിവേശമാണ് അവിടെ നടക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നരനായാട്ടാണ് ഫലസ്തീനിൽ നടക്കുന്നത്. വെടിയേറ്റു വീഴുന്ന യുവാക്കൾ, ബലാത്സംഗത്തിനിരയാകുന്ന സഹോദരിമാർ, പീഡനം അനുഭവിക്കുന്ന കുട്ടികൾ. ഫലസ്തീൻ എന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ആദ്യത്തെ കിബില ബൈത്തുൽ മുഖദ്ദസ് കുടികൊള്ളുന്നത് അവിടെയാണ്. പ്രവാചകന്റെ ആകാശാരോഹണത്തിന്റെ മിഅ്റാജിന്റെ കേന്ദ്രം അതാണ്. ആ ഫലസ്തീനിന്റെ ഇന്നത്തെ പ്രയാസങ്ങൾ, അവിടെ ജൂതന്മാരുടെ ചെന്നായപ്പട ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ഫലസ്തീൻ മാത്രമല്ല, മുസ്ലിം രാജ്യങ്ങൾ എന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അനൈക്യത്തിൽ, ഛിദ്രതയിൽ, അധിനിവേശത്തിന്റെ ഇരകളായി ജീവിക്കുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട്. എന്നാൽ മറുഭാഗത്ത് മുസ്ലിം ലോകത്തെ കാറൂനിസം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മുതലാളിത്തം, കാറൂനിസം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ കാറൂനിന്റെ പിന്മുറക്കാർ വലിയ വലിയ മുതലാളിമാരുണ്ട്. അവർ സമ്പന്നതയുടെ ആഡംബരത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം പ്രമാണിമാരും ശേഖഡംബുകളുമുണ്ട്. ആ കാറൂനിസം മുസ്ലിം ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ധൂർത്തിന്റെ, ദുർവ്യയത്തിന്റെ ലോകത്താണ്. ഭൗതിക ജീവിതത്തെ അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ് അവർ. എന്നാൽ മുസ്ലിം ലോകത്ത് ദാരിദ്ര്യമുണ്ട്. ആ ദരിദ്രമായ മുസ്ലിം രാജ്യങ്ങളിൽ ക്രൈസ്തവവൽക്കരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ മിഷണറിമാർ മുസ്ലിം രാജ്യങ്ങളിൽ പ്രയാസം വിതച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 30,000 മുസ്ലിം കുട്ടികൾ, സോമാലിയയിലെ 30,000 മുസ്ലിം കുട്ടികളെ വളർത്തുന്നത് ഒരു ക്രൈസ്തവ മിഷണറിയാണ്. അയാളുടെ സംരക്ഷണത്തിൽ ക്രിസ്തുമത അനുയായികളായിക്കൊണ്ടാണ് സോമാലിയയിലെ 30,000 മുസ്ലിം കുട്ടികൾ വളർന്നു വരുന്നത് എന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നിട്ട് മുഹമ്മദുൽ ഗസാലി പറയുന്നു, ഇങ്ങനെ ക്രൈസ്തവ മിഷണറിയുടെ കയ്യിലകപ്പെട്ട 30,000 സോമാലിയൻ മുസ്ലിം കുട്ടികളെ രക്ഷപ്പെടുത്തുവാൻ ചൂതാട്ട കേന്ദ്രത്തിൽ പാഴായി പോകുന്ന അറബി പണത്തിന്റെ ചെറിയൊരംശം മതിയായിരുന്നു. പക്ഷേ അവരതിലേക്ക് നോക്കുന്നില്ല, അവരതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ മുസ്ലിം ലോകത്തിന്റെ വേദനകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കെ മുഹമ്മദുൽ ഗസാലി പറയുകയാണ്, വഫീമാ കുൻതു ഉഫക്കിറു ഫീ ഹാദിഹിൽ ഉമൂരി വഅംസാലിഹാ തറഖബ ബി ശബ്ബിൻ വകാന ഫീ ഐനൈഹി ബരീഖുൻ യദുല്ലു അല الذكاء والحماس മാ ഖാല വമാ റഅയുക ഫിൽ ഫൗഖിയ ബിന്നിസ്ബതി ഇലല്ലാഹ്. മുസ്ലിം ലോകത്തിന്റെ വേദനകളെ കുറിച്ച് ചിന്തിച്ച് ഞാൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കെ, ഞാൻ നെഞ്ചുപൊട്ടിക്കൊണ്ടിരിക്കെ എൻ്റെ റൂമിന്റെ വാതിലിൽ വന്നൊരു ചെറുപ്പക്കാരൻ വാതിലിൽ മുട്ടി. ആ ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ വാതിൽ തുറന്നു കൊടുത്തു. അയാളുടെ മുഖത്ത് നല്ല ബുദ്ധിശക്തി എനിക്ക് കാണാൻ കഴിയുന്നു, നല്ല ധീരത എനിക്ക് കാണാൻ കഴിയുന്നു. ബുദ്ധിയുടെ, ധീരതയുടെ അടയാളങ്ങൾ അയാളുടെ മുഖത്തുണ്ട്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ, ആ മുസ്ലിം യുവാവിനോട് ചോദിച്ചു, വമാ റഅയുക ഫിൽ ഫൗഖിയ ബിന്നിസ്ബതി ഇലല്ലാഹ്. അല്ലാഹു ആകാശത്താണോ ഭൂമിയിലാണോ എന്ന ഒരു ചർച്ചയുടെ അഖീദയിൽ, വിശ്വാസകാര്യങ്ങളിൽ, ആ വിഷയത്തിൽ ഗസാലി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫൗഖിയാവാദത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ലോകത്തിന്റെ വേദനകളെ കുറിച്ച്, മുസ്ലിം സമൂഹത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് ഒരു മഹാപണ്ഡിതൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവിന്റെ ചോദ്യം അല്ലാഹ് ആകാശത്താണോ ഭൂമിയിലാണോ എന്നതാണ്. മുഹമ്മദ് ഗസാലി പറയുകയാണ്, ഈ ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷെ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. സുർക്കയെ കുറിച്ച്, വിനാഗിരിയെ കുറിച്ച് ചോദിച്ചു, അത് ഹലാലാണോ ഹറാമാണോ? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, അള്ളാഹുവും മലക്കുകളും ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വജാഅ റബ്ബുക വൽ മലക്കു സൊഫൻ സൊഫ. അതെങ്ങനെയാ? അള്ളാഹ് മുമ്പിൽ നടക്കുകയും മലക്കുകൾ പിന്നിൽ നടക്കുകയുമാണോ ചെയ്യുക? അതല്ല നമ്മുടെ നാട്ടിൽ മന്ത്രിമാര് പോകുന്ന പോലെ മുമ്പിൽ കുറച്ച് മലക്കുകൾ, പിന്നെ അള്ളാഹു, പിന്നെ ഈ മലക്ക്, ഇങ്ങനെയാണോ നടക്കുക? അള്ളാഹുവിന് കൈയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. യദുല്ലാഹ്, അതെങ്ങനെയുള്ള കയ്യാ? നമ്മളെ പോലെ 5 വിരലുള്ള കയ്യ? അതല്ല 6 വിരലുണ്ടോ? വിരലില്ലാത്ത കയ്യ? റോബോട്ടിന്റെ കയ്യ? അത് കൈ എന്നത് ആലങ്കാരിക പ്രയോഗ. യദുല്ലാഹി ഫൗക ഐദീഹിം. റസൂലുള്ളാഹിനോട് കുറച്ച് ആളുകൾ കരാറ് ചെയ്തു, റസൂലുള്ള അവരുടെ കൈകളിൽ കൈവച്ചുകൊണ്ട്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൈയാണ് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹ് എങ്ങനെയാണ് അവരുടെ കൈകളിൽ കൈവച്ചത്? അതിന്റെ രൂപം എന്താണ്?
ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദീനിന്റെ അടിസ്ഥാന വിഷയങ്ങളല്ലാത്ത, ദീനിന്റെ മർമ്മങ്ങളല്ലാത്ത ഒരുപാട് വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. ജനജീവിതവുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രശ്നങ്ങളൊന്നുമല്ല ഇത്. സമൂഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളേ അല്ല ഇത്. അപ്പൊ ദീനിന്റെ അടിസ്ഥാനങ്ങളല്ല, സമൂഹത്തിന്റെ ജീവിതത്തിന്റെ മുഖ്യ പ്രശ്നങ്ങളല്ല, ഇതിലൊന്നിലും പെടാത്ത ഇത്തരം വിഷയങ്ങളുമായി ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. ഞാൻ വിഷമത്തോടെ ദുഃഖത്തോടെ തല താഴ്ത്തി. ഇസ്ലാമിക പ്രബോധന രംഗം എത്തിപ്പെട്ടിട്ടുള്ള ദയനീയമായ പതനം എന്നെ വേദനിപ്പിക്കുകയാണ്. ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ മഹത്തായ പാരമ്പര്യമുള്ളവർ ചെന്നെത്തിയിരിക്കുന്ന വളരെ വളരെ തരം താഴ്ന്ന ഒരവസ്ഥ എന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ഇസ്ലാമിക പ്രബോധനത്തിന്, ഇസ്ലാമിക നവോത്ഥാനത്തിന് വന്നുപെട്ടിട്ടുള്ള ഈ അവസ്ഥ മുസ്ലിം ലോകം, അതുപോലെ മനുഷ്യ സമൂഹം നീറുന്ന പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ, മുസ്ലിം രാഷ്ട്രങ്ങളും മുസ്ലിം സമൂഹവും പ്രയാസങ്ങളിൽ കഴിയുമ്പോൾ ഇത്തരം ചോദ്യങ്ങളും ചർച്ചകളുമാണ് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്നത്. കണ്ടോ എന്തിനാ ഇദ്ദേഹം ഇത് പറയുന്നത്? തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇത് വിശദീകരിക്കുന്നത് അതേ വരണ്ട ചർച്ചയാണിതെല്ലാം. ഇതൊന്നും ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളല്ല, അടിസ്ഥാനപരമായ ചോദ്യമല്ല അള്ളാഹിനെ കുറിച്ചുള്ള ചോദ്യം. അതുപോലെ ദീനിന്റേതായ ഹുക്കുമുകൾ, ഹലാല് ഹറാമുകളെ സംബന്ധിച്ച ചോദ്യം അടിസ്ഥാനപരമായ ചോദ്യമല്ല. നേരെ മറിച്ച് ജീവൽ പ്രശ്നങ്ങൾ, തുടിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ചിന്തിക്കേണ്ടത്. അതിനപ്പുറം അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിന്റെ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം, അത് അമേരിക്ക കൊടുത്തുവിട്ടാണ്. ഈ ചോദ്യം CIA കൊടുത്തുവിട്ടാണെന്ന് അദ്ദേഹം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അമേരിക്കൻ ചാരസംഘടനകൾ കൊടുത്തതാണ് ഈ ചോദ്യങ്ങൾ. എന്തിനാണ് ഇദ്ദേഹം ഇത് പറയുന്നത്? മാന്യ സഹോദരങ്ങളെ, മുഹമ്മദുൽ ഗസാലി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചിന്തക്കോ അദ്ദേഹത്തിന്റെ ബുദ്ധിക്കോ ഒരു വൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ വൈകല്യം എന്തിന് ഈ കുനിയിൽ നടക്കുന്ന പ്രഭാഷണത്തിൽ സദറുദ്ദീൻ മൗലവി വിതരണം ചെയ്യണം? എന്നാൽ ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം, നിങ്ങൾ പഠിച്ചുകൊള്ളണം, മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ ഈ വിമർശനം ഇസ്ലാം ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല. നിങ്ങളുടെ ഈ വരണ്ട മനസ്സിൽ നിന്നുത്ഭവിക്കുന്ന ഈ ചോദ്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല. നിങ്ങൾ മറിച്ച് നോക്കി, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ്, ആ സ്വഹീഹിൽ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ആ ഹദീസ് എന്നറിയുമോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലൽ മുശ്രികൂൻ ഇന്നി അറാ സാഹിബകും യുഅല്ലിമുകും ഹത്താ യുഅല്ലിമകുമുൽ ഖിറാഅ. പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്നുകൊണ്ട് മുശ്രിക്കുകൾ ചോദിക്കുകയാണ്, ഇന്നി അറാ സാഹിബകും യുഅല്ലിമുകും ഹത്താ യുഅല്ലിമകുമുൽ ഖിറാഅ. നിങ്ങളുടെ സാഹിബ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ടോയ്ലറ്റിലെ നിയമങ്ങളാണല്ലോ, കക്കൂസിലെ നിയമങ്ങളാണല്ലോ നിങ്ങളുടെ നേതാവ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ജമാഅത്തുകാരന്റെ വരണ്ട മനസ്സ്, ആ വരണ്ട മനസ്സുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മുശ്രിക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങളുടെ നേതാവ് വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ്, ജിബ്രീലിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യം അനുഭവിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ്, ആ നേതാവ് പറയുന്നത് ടോയ്ലറ്റിലെ കാര്യമാണല്ലോ. തുടിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ നാടൊട്ടുക്കും നടക്കുമ്പോൾ, നാടൊട്ടുക്കും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാത്റൂം നിയമങ്ങളാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ, സൽമാനുൽ ഫാരിസി ജമാഅത്തെ ഇസ്ലാമിയുടെ വരണ്ട മനസ്സുള്ള ആളല്ല, വ്രണാവൃതമായ മനസ്സുള്ള ആളല്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂല്, ആ റസൂലിനെ പരിഹസിച്ചുകൊണ്ട്, ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് മുശ്രിക്കായ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി എന്താണെന്നറിയുമോ? അല്ലടോ, അറിയണം, മനസ്സിലാക്കണം, അജൽ, നീ പറഞ്ഞത് ശരി തന്നെയാണ്, നീ വാദിച്ചത് ശരി തന്നെയാണ്. ഇന്നഹു നഹാന അയ്യസ്തൻജിയ അഹദുനാ ബിയമീനിഹി. ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു,
ഒരിക്കലും വലത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തതിനു ശേഷം ശുചിയാക്കരുത്, ശുദ്ധീകരിക്കരുത് എന്ന്. മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ വലത് കൈ ഉപയോഗിക്കുന്നത് പ്രവാചകൻ ഞങ്ങളെ തൊട്ട് വിരോധിച്ചു. ഔ യസ്തഖ്ബിലൽ ഖിബ്ലത, ഖിബ്ലയെ അഭിമുഖീകരിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നതിനെയും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ വിരോധിച്ചു. അതുപോലെ വനഹാനി റൗസി വൽ ഇലാം, എല്ലിന്റെ കഷ്ണങ്ങൾ കൊണ്ട് അതുപോലെ ഒട്ടകത്തിന്റെ കാട്ടങ്ങൾ കൊണ്ട് ആ വൃത്തിയാക്കുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അപ്രകാരം തന്നെ വഖാല ലാ യസ്തൻജി അഹദുക്കും ബിദൂനി സലാസത്തി അഹ്ജാർ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വെള്ളമില്ലാതെ പോയാൽ, ശുദ്ധീകരിക്കാനുള്ള വെള്ളം ലഭിക്കാതെ പോയാൽ, ആ കല്ലുകൊണ്ട് ശുചീകരിക്കേണ്ടി വരുമ്പോൾ 3 കല്ലിൽ കുറയാതെ ഉപയോഗിക്കണമെന്നും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചിന്ത, ഈ ചോദ്യം ഇന്ന് വന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകനോട് ചോദിക്കുകയാണല്ല, നാടിന്റെ നീറുന്ന 100 പ്രശ്നങ്ങളുള്ളപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ടോയ്ലറ്റ് നിയമങ്ങളാണോ? ഇതാണോ നിങ്ങൾ പറയുന്നത്? ഇതാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? വല്ലാത്തൊരവസ്ഥയാണ്, ഇതെന്തൊരു ദുരന്തമാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ പ്രശ്നമാണോ? ബാത്റൂമിൽ പോവുക, ടോയ്ലറ്റിൽ പോവുക, അവിടെ ഏത് കാല് വെക്കണമെന്ന് പറയുക, അതുപോലെ തന്നെ എങ്ങനെ ശുചീകരിക്കണമെന്ന് പറയുക, ശുചീകരിക്കുമ്പോൾ ഏത് കൈ ഉപയോഗിക്കണമെന്ന് പറയുക, ഇതൊക്കെ ആന പ്രശ്നമാണോ? വലിയ പ്രശ്നമാണോ? ഏത് കൈയായാൽ എന്താ? എത്ര കല്ലായാൽ എന്താ? അതുപോലെ തന്നെ എങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ എന്താ? ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ അല്ല സദറുദ്ദീൻ മൗലവി ഇന്നുണ്ടായ ചോദ്യമല്ല, ഇപ്പോൾ തുടങ്ങിയ ചോദ്യമല്ല. ഈ വരണ്ട മനസ്സ് പണ്ടേയുണ്ട്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യമെന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയ നിവാരണമെന്ന് പറഞ്ഞാൽ മറ്റ് ഏത് പ്രശ്നങ്ങളെക്കാളും ഗൗരവമുള്ളതാണ്. അത് വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി പ്രമുഖന്മാരുമായിരുന്നു സംസാരിക്കുകയാണ്. ഖുറൈശി പ്രമുഖന്മാരുമായി റസൂലുള്ളാഹി സംസാരിക്കുകയാണ്. എന്താ റസൂലുള്ളാഹി സംസാരിക്കുന്നത്? ഇസ്ലാമിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ ആ സമയത്തെ മനസ്സ്, ഈ നാട്ടിലെ കുറച്ച് പ്രമാണിമാർ ഇസ്ലാമിലേക്ക് വന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് വളരെ നന്നായി നടത്താമല്ലോ, പ്രശ്നങ്ങൾ അവസാനിക്കുമല്ലോ, സമാധാനാന്തരീക്ഷം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നാട്ടിലെ പ്രമാണിമാരെ വിളിച്ചിരുത്തി റസൂലുള്ളാഹി സംസാരിക്കുമ്പോഴാണ് ഒരു അന്ധന വഴിക്ക് കടന്നു വന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞത്, അഖ്ബിർനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ, പഠിപ്പിച്ചു തരൂ. വലിയൊരു പ്രശ്നം, അഥവാ അവിടുത്തെ പ്രാദേശികമായ ജമാഅത്തിന്റെ ഭാഷയിൽ ഭരണപരമായി സ്വാധീനം ഉണ്ടാക്കാവുന്ന രൂപത്തിലെ ഒരു ചർച്ച. ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ട്, ഈമാൻ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ട്, പരലോകത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ചോദിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ആ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ആ ഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം കടന്നു വന്നപ്പോ പ്രവാചകന് സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടായി. റസൂലുള്ളാഹി മുഖം തുളിച്ചു, തിരിഞ്ഞുകളഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം അത് കണ്ടില്ല. കാരണം അത് കാണാനുള്ള കണ്ണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനില്ല. പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹ് അത് കണ്ടു. കണ്ടിട്ട് തിരുത്തി കൊടുക്കുകയാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅംദലഹു തസദ്ദാ. അതേ, ഒരു അന്ധൻ വന്നപ്പോൾ മുഖം ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞുവോ? ഒരന്ധൻ വന്നപ്പോൾ മുഖം ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞുവോ? വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. ഓ നബിയെ, താങ്കൾക്ക് എന്തറിയാം? ഒരു പക്ഷേ ആ താങ്കളുടെ അടുക്കലേക്ക് ഓടി വന്ന് ഈമാൻ ചോദിച്ച, ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച, അള്ളാഹിനെ കുറിച്ച് ചോദിച്ച, തൗഹീദ് ചോദിച്ച ആ മനുഷ്യൻ പരിശുദ്ധിയുള്ളവനായേക്കാം, അതുപോലെ ചിന്തിക്കുന്നവനായേക്കാം, താങ്കളുടെ ഉത്ബോധനം ഉപകരിക്കുന്നവനായേക്കാം. പക്ഷേ താങ്കൾ അതല്ലല്ലോ ശ്രദ്ധിക്കുന്നത്.
അള്ളാഹിനെ കുറിച്ച് ചോദിക്കാൻ വന്നയാളെയല്ലല്ലോ നബിയെ തങ്ങൾ ശ്രദ്ധിച്ചത്. ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ താല്പര്യത്തോട് ഓടി വന്നയാളെയല്ലല്ലോ നബിയെ താങ്കൾ ശ്രദ്ധിച്ചത്. നേരെ മറിച്ച് സ്വയം ധന്യത നടിക്കുന്ന, പ്രതാപം നടിക്കുന്ന, ദാഠ്യം നടിക്കുന്നവരുടെ നേരെ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണല്ലോ നബിയെ. അവർ നന്നായില്ലെങ്കിൽ, അവർ പരിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ്? കാരണം താങ്കൾ ഈ സംഗതി എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ബാക്കിയുള്ള പ്രശ്നങ്ങളുടെ പ്രശ്നമല്ല ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ മുഹമ്മദ് ഗസാലിയുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ വരണ്ട വാദം, അതേ വരണ്ട മസ്തിഷ്കത്തിൽ നിന്നുണ്ട് ഉടലെടുത്ത വാദം, ആ വാദം കൊണ്ടുവന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ദീനിനെ കുറിച്ചുള്ള പഠനങ്ങൾ, സുർക്ക ഹലാലാണോ ഹറാമാണോ, ഹലാല് ഹറാമിനെ കുറിച്ച് അറിയാനുള്ള പഠനം, ഹറാമാണെങ്കിൽ വർജിക്കാൻ, ഹലാലാണെങ്കിൽ ഉപയോഗിക്കാനുള്ള പഠനം. എന്തേ ഒരാൾക്കറിയില്ല, അയാൾ എന്തെടുക്കണം? അയാൾ അങ്ങനെ തന്നെ ജീവിക്കണോ? അയാൾ അങ്ങനെ തന്നെ ഹലാൽ എന്ത് ഹറാം എന്നറിയാതെ ജീവിക്കണോ? അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചോദ്യം, എന്ന് പറഞ്ഞത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ കല്ലാ ഇദാ ദുഃഖത്തിൽ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം പോലും ചോദിച്ചാൽ അത് വരണ്ട വാദമാണെന്ന് പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം അനിസ്ലാമികമാണ്. അതാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. മൂപ്പരാദ്യം എല്ലാ പ്രസംഗത്തിലും ഇപ്പോ വൈകാരികമായി കൊണ്ടു നടക്കുന്ന ഒരു ചർച്ചയാണ്. വൈകാരികം അതെന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സ് ഇസ്ലാമിൽ നിന്ന് പരിപൂർണമായും പറിച്ചു മാറ്റി ഒരു വരണ്ട മനസ്സിനോട് എപ്പോ നോക്കിയാലും ഈ ദുനിയാവിന്റെ ചിന്തയും, അതുപോലെ തന്നെ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള മോഹവും, അതുപോലെ തന്നെ MLA കാറി കയറി ഇങ്ങനെ പോകുന്ന ആ ഒരു സ്വപ്നം, ഇങ്ങനൊരു വരണ്ട, അത് ഏറ്റവും വൃണാവൃതമായ ഐഹികവുമായി എന്ന് ഖുർആൻ ചോദിച്ച ഭൂമിയിലേക്ക് പൂണ്ടുപോകുന്ന, ഈ ഭൂമിയെ കെട്ടിപ്പിടിക്കുന്ന ദുരവസ്ഥ, ആ അവസ്ഥയിലാണ് ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. എന്നാ അല്ലാഹ് പറയാണ്, ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. നിങ്ങൾക്ക് ദുനിയാവിന്റെ പ്രശ്നമാണ് വലുത്, നിങ്ങൾക്ക് ദുനിയാവിന്റെ പ്രശ്നം തന്നെയാണ്. നിങ്ങൾ പ്രാധാന്യം കാണുന്ന ദുനിയാവാണ്, ഐഹിക ലോകമാണ്. എന്നാൽ അറിയണേ, മനസ്സിലാക്കണേ, വരാനുള്ള ലോകം പരലോകം, അതാണ് ഏറ്റവും ഹൈറായത്, എന്നെന്നും ബാക്കിയായത്. അവിടെ പരാജയപ്പെടാൻ പാടില്ല, അവിടെ തോക്കാൻ പാടില്ല. ഇവിടെ തോറ്റോട്ടെ, 1 ലക്ഷത്തിൽ തോറ്റോട്ടെ, പ്രശ്നമല്ല. 10 ലക്ഷത്തിൽ തോറ്റോട്ടെ, ദുനിയാവിൽ പ്രശ്നമല്ല. പക്ഷേ പരലോകത്ത് ഒരു സമയത്ത് പോലും തോക്കാൻ പാടില്ല, പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞു കൊടുക്കേണ്ട സദറുദ്ദീൻ മൗലവി, നിങ്ങൾക്ക് കിട്ടിയ സ്റ്റേജിൽ നിങ്ങൾ എന്താ ചെയ്യണത്? ആഖിറത്തിൽ നിന്ന് ദുനിയാവിലേക്ക് മനുഷ്യനെ വിളിക്കാൻ, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക്, പച്ച കുഫ്റിലേക്ക് നിങ്ങൾ വിളിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് തൗഹീദ് പറ്റൂല, നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ആ അറിവ് സമ്പാദിക്കാനുള്ള ചോദ്യം പറ്റൂല. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന എന്താ? നിങ്ങൾക്ക് പറ്റുന്നത് ശിർക്ക്, പച്ച ശിർക്കും പച്ച കുഫ്റും അല്ലേ? ഞാനിത് വെറുതെ പറയാണോ? കേട്ടോളൂ നിങ്ങൾ. അങ്ങനെ ഇവിടെ പ്രസംഗിക്കാൻ ഇരിക്കുന്ന ബഹുമാന്യനായ ജമാൽ സാഹിബ്, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ നോമ്പ് തുറക്കാൻ പോയി. മുസ്ലിങ്ങൾ നിങ്ങൾക്കറിയാം, എല്ലാവരും നോമ്പ് തുറ നടത്താറുണ്ട്. ആ മുസ്ലിം സുഹൃത്തുക്കളെയൊക്കെ അതിൽ വിളിക്കാറുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് നമ്മൾ വിളിച്ചു, അവരൊക്കെ വന്നു. ക്ഷേത്ര കമ്മിറ്റി ജമാൽ സാഹിബിനെ പാളയം ഇമാം എന്ന നിലക്ക് വിളിച്ചു. ജമാൽ സാഹിബ് പോയി. അതിനെ രൂക്ഷമായി വിമർശിക്കുന്നു മുജാഹിദ് സംഘടന. ക്ഷേത്രത്തിൽ നോമ്പ് തുറക്കാൻ പോയി, അതൊരു ഭാഗത്ത് വിമർശിക്കുക. ജമാഅത്തെ ഇസ്ലാമി ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഹൈന്ദവ സഹോദരന്മാർക്ക് ഓണാഘോഷത്തിന് ഓണക്കിറ്റുകൾ കൊടുക്കും, അതിനെ വിമർശിക്കുക. ഇതൊക്കെ വിമർശിച്ചിട്ട് ബഹുസ്വര സമൂഹത്തിന് ചേരാത്ത അജണ്ട ഏറ്റെടുക്കുക. എന്നിട്ട് മറുഭാഗത്ത് വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ തീവ്രവാദവും വർഗീയതയും ആരോപിക്കുക. കണ്ടോ? അപ്പോ ഇസ്ലാമിനെ കുറിച്ച് ചോദ്യമൊക്കെ വരണ്ട ചോദ്യം, അതേ പച്ച പിടിച്ച ഉഷരമായ ഒരു വ്യവസ്ഥയാണല്ലോ ഈ പറഞ്ഞത്.
എന്താ ജമാലുദ്ദീൻ മങ്കട അയാള് എവിടെ പോയി അമ്പലത്തിൽ പോയി നോമ്പ് തുറന്നു. മൂപ്പര് അമ്പലത്തിൽ പോയി നോമ്പ് തുറന്നാലും കള്ളുശാപ്പി പോയി നോമ്പ് തുറന്നു നമുക്കെന്താ? അത് മൂപ്പര് തീരുമാനിക്കട്ടെ. അദ്ദേഹം എവിടെ പോയി നോമ്പ് തുറക്കണം എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്നറിയോ? ഇത് പിറവി 2010 ഒക്ടോബർ പിറവിയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ആശ്രമ കമ്മിറ്റി അവര് പുറത്തിറക്കുന്ന പത്രമാണിത്, അവരുടെ പത്രമാണ്. ഇതിൽ നിന്ന് ഞാൻ വായിച്ചു തരാം. സദറുദ്ദീൻ മൗലവി എന്തിനാണ് ഈ കളവ് പറഞ്ഞു നടക്കുന്നത് നാട്ടിൽ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വേണ്ടപ്പെട്ട ഒരാളാ, ശരി, പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ പരലോകം എന്ന് നഷ്ടപ്പെടുത്തണം. വൈലുൽ മുകദ്ദിബീൻ, കളവ് പറയുന്നവർക്ക് നാശം, കളവ് പറയുന്നവർക്ക് നാശം എന്നുള്ള എത്ര പ്രാവശ്യമാണ് ഖുർആനിൽ പറഞ്ഞത്? ബഹുമാനനായ മൗലവി അതൊന്ന് വായിച്ചു നോക്ക്, കാര്യമായി ഗൗരവത്തോടെ ചിന്തിക്ക്. കേട്ടോളൂ, പിറവിയില പറയുന്നത് സെപ്റ്റംബർ 5 മുതൽ 9 വരെ എല്ലാ ദിവസവും 6 മുതൽ 7:30 വരെ നടന്ന ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്തത് പാളയം ജുമാ മസ്ജിദ് ഇമാം ജമാലുദ്ദീൻ മങ്കടയാണ്. കേട്ടോ, എന്താ ഉദ്ഘാടനം ചെയ്യുന്നത്? ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇനി അത് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞ വാചകം കേട്ടോളൂ. ആദിശങ്കര വിരചിതമായ ഭജഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വാമി സന്ദീപനാനന്ദഗിരിയുടെ ജ്ഞാനയജ്ഞം റമദാൻ പുണ്യമാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനായത് പ്രപഞ്ചനാഥന്റെ അനുഗ്രഹത്താലാണെന്ന് മൗലവി പ്രസ്താവിച്ചു. ആദിശങ്കര വിരചിതമായ ആ ശിർക്ക് പറഞ്ഞു കൊടുക്കുന്ന, വിഗ്രഹാരാധന പഠിപ്പിക്കുന്ന, ശിർക്ക് പഠിപ്പിക്കുന്ന ആ ജ്ഞാനം ഈ റമദാൻ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനായത് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ടാണ്. പടച്ചോന്റെ തൗഫീക്ക് കൊണ്ടാണ് ഈ ശിർക്ക് എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. ഇതിപ്പോ ഊശ്വരമാണ്. ഇതാണ് പച്ചപിടിച്ച ചർച്ച. അള്ളാഹിനെ കുറിച്ച ചോദ്യോ വരേണ്ടത്. അങ്ങനെ ഫലസ്തീനിൽ പ്രശ്നമുള്ളപ്പോ, ഈജിപ്തിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോ, തുനീഷ്യയിൽ മുല്ലാവിപ്ലവം നടക്കുമ്പോ, അങ്ങനെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ വിപ്ലവങ്ങൾ നടക്കുമ്പോ, മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ടോയ്ലറ്റ് നിയമങ്ങളും ആ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളാകട്ടെ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സജീവമായ പച്ചപിടിച്ച ദഅവാ മേഖലയിലാണ്. എന്ന് മാത്രല്ല, ഇതിൽ പിന്നെയുണ്ട് ഇത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ആശ്രമത്തിലെ അന്നക്ഷേത്രത്തിൽ വെച്ച് സ്വാമിജിയോടൊപ്പം മൗലവി നോമ്പ് മുറിക്കുകയും, അതിപ്പോ നോമ്പ് മുറിച്ചോട്ടെ, സ്വാമിജി അല്ലായിരുന്നു വേറെ ആരെങ്കിലും വിളിച്ചിരുത്തി നോമ്പ് തുറന്നോ, ഗീതാക്ഷേത്രം എന്ന വിശുദ്ധ വേദിയിൽ നിസ്കരിക്കുകയും ചെയ്തു. ഗീതാക്ഷേത്രത്തിൽ പോയി നമസ്കരിക്കുകയും ചെയ്തു. കൊണ്ടുവരൂ തെളിവ്, നാളെ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവരോട് പറഞ്ഞാൽ മതിയല്ലോ. മൂപ്പരെല്ലാം സ്റ്റോക്ക് ചെയ്യാണ്, രഹസ്യരേഖകളെല്ലാം മൂപ്പരിങ്ങനെ സ്റ്റോക്ക് ചെയ്യുകയാണ്. കുറേശ്ശെ വിട്ടു തരുള്ളൂ. അത് മതി, നമ്മൾ കുറേശ്ശെ ചർച്ച ചെയ്ത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, അല്ലാതെ എനിക്ക് ജയിക്കാൻ, സദറുദ്ദീൻ മൗലവിക്ക് ജയിക്കാൻ. അങ്ങനെ മൂപ്പര് വിചാരിച്ചു. മൂപ്പര് പറയുന്നത് വെച്ചാല് നിങ്ങൾ ജയിച്ചു, കാരണം വെച്ചാൽ നിങ്ങൾ 3 ഞങ്ങൾക്ക് 2. അങ്ങനെ പോകരുത്. ഇത് എന്റെ ജയത്തിന്റെയോ നിങ്ങളുടെ ജയത്തിന്റെയോ പ്രശ്നമല്ല. നേരെ മറിച്ച് ഇത് ജനങ്ങൾ, ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ, അവർക്ക് മനസ്സിലാകണം എന്താ ജമാഅത്ത് ഇസ്ലാമി, എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുക. അല്ലാതെ എനിക്കോ നിങ്ങൾക്കോ ജയിക്കാനല്ല. ഇനി ഞാനോ നിങ്ങളോ ജയിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ജയിച്ചാൽ തന്നെ ട്രോഫി വരും നിങ്ങൾക്ക് ആരെങ്കിലും? ഇല്ലല്ലോ. ഞാൻ ജയിച്ചാൽ എനിക്ക് ട്രോഫി വരും ആരെങ്കിലും? ഇല്ല. അപ്പൊ മൗലവി അങ്ങനെ വിചാരിക്കേണ്ടത് ജയം തോൽവി ഒന്നല്ല. ഇത് എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, എന്താണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്? ഈ നാട്ടിലുള്ള ജനം കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. അവർക്ക് അല്ലാഹ് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവര് ചിന്തിച്ചോളും. അപ്പൊ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, അള്ളാഹിനെ കുറിച്ചുള്ള ചർച്ച അത് വരണ്ട ചർച്ചയാണെന്ന് പറയുകയും ശിർക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതൊരു ജമാലുദ്ദീൻ മൗലവി മാത്രല്ലേ? അല്ല, ഈ ശിർക്കിന് എല്ലാ നിലക്കും നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പെൺപത്രമായ ആരാമം 2008 ഒക്ടോബർ മാസം, 2008 ഒക്ടോബർ മാസത്തിലെ ആരാമം ജമാഅത്തെ ഇസ്ലാമിയുടെ പെൺപത്രം നിളയുടെ തീരത്ത് മുസ്ലിം മഹിളകളെ വിളിച്ചു കൂട്ടിയിട്ട് മുളയിൽ കെട്ടി നിർത്തിയില്ലേ? കാരണം എന്താ? സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട്. ഈ സാധുക്കൾ വിചാരിച്ച സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് മസലുണ്ടാക്കി കൊടുക്കലാണില്ല. നമ്മുടെ ഉമ്മക്കൊക്കെ നല്ല മസല് ജിമ്മത്തിയായിട്ട് നമ്മുടെ ഉമ്മമാര് പെങ്ങന്മാരൊക്കെ നല്ല മസലക്കായിട്ട് അടക്കുക. ശാക്തീകരണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ച ശക്തി ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണോ? എന്നിട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട്
മുളയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് പ്രബോധനത്തിൽ അതിന്റെ മതി എഴുതിയിരിക്കുകയാണ്. മുളയുടെ മുകളിലേക്ക് കയറുമ്പോഴുള്ള ആ അവസ്ഥയും അവിടെ കയറി നിന്നപ്പോഴുണ്ടായിരുന്ന സുഖവും ഒക്കെ പ്രബോധനത്തിൽ എഴുതാണ്. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ആരാമം, ആ ആരാമത്തിലെ ഫീച്ചർ എന്താ? അമ്പലമുറ്റത്തൊരു തട്ടമിട്ട സംഗീതജ്ഞ. ജമാഅത്തുകാരാ, അള്ളാഹിനെ കുറിച്ചുള്ള ചർച്ച, ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ച, ദീനിനെ കുറിച്ചുള്ള ചർച്ച വരണ്ട ചർച്ചയാണ്. ഫലസ്തീനിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ഇറാഖിന്റെ മലവടക്കുകളിൽ മണ്ണിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, അഫ്ഗാനിസ്ഥാന മലവടക്കുകളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഈ വരണ്ട ചർച്ചയുമായി കാലം കഴിക്കുകയാണെന്ന് പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വലിച്ച് അമ്പലമുറ്റത്തേക്ക് കൊണ്ടുപോകാനല്ലേ നിങ്ങൾ പണിയെടുക്കുന്നത്? അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ശ്രമിച്ചത്? എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആനിനെ പോലും നിങ്ങൾ പരിഹസിച്ചില്ലേ, ആക്ഷേപിച്ചില്ലേ, ആ ഖുർആനിനെ ആക്ഷേപിച്ചതിനെ ന്യായീകരിച്ചില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. എന്താ കേട്ടോളൂ, ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്ത് പരസ്യം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ പ്രത്യേകത ഖുർആനിക സൂക്തങ്ങള് ശാസ്ത്രീയ സംഗീതത്തിന്റെ രാഗഭാവങ്ങളിൽ ലയിപ്പിച്ചും അള്ളാന്റെ ഖുർആൻ എന്തെടുക്ക സരിഗമ പദനിസ എന്നൊക്കെ പറയുന്ന കോലത്തിൽ എന്തെടുക്ക അങ്ങനെ ശാസ്ത്രീയ സംഗീതത്തിന്റെ രാഗഭാവങ്ങൾ ലയിപ്പിച്ചും പരിശുദ്ധ റമളാനിന്റെ പവിത്രതയെ കുറിച്ച ആനന്ദ ഭൈരവിയിലുള്ള ആലാപനവുമാണ് ഹന്നയുടെ കച്ചേരിയുടെ പ്രത്യേകത. അപ്പൊ കച്ചേരി നടത്തുകയാണ് ആര്? ഹന്ന. എന്താണ് അവിടുത്തെ സംഗീതം? അത് ഖുർആനാണ്. മാത്രല്ല റമളാനെ കുറിച്ച് ആനന്ദ ഭൈരവിയിൽ പാട്ടുപാടും. പിന്നെന്താ, ഹന്ന സംഗീത ആൽബങ്ങളിൽ പാടി അഭിനയിച്ചിട്ടുണ്ട്. കേരള സർക്കാർ സംഘടിപ്പിച്ച ഉത്സവ് 2007 പരിപാടിയിൽ ഹന്നയുടെ പാട്ട് കേൾക്കാനിടയായ സംവിധായകൻ പി സുഗറാം ഹന്നക്ക് തന്റെ കളഭമഴ എന്ന ചിത്രത്തിൽ പാടാനും സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന ആ ചിത്രത്തിൽ അഭിനയിക്കാനും അവസരം നൽകി. ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെന്ന്. ഞാൻ ചോദിക്കട്ടെ സദറുദ്ദീൻ മൗലവി, സിനിമയിൽ പെണ്ണിന് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലേ? അള്ളാന്റെ ഖുർആൻ വെച്ചുകൊണ്ട് നിങ്ങൾ മറുപടി പറയേണ്ട കാര്യം നിങ്ങൾക്കത് അറിഞ്ഞുകൂടാ. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് വെച്ചുകൊണ്ട് നിങ്ങൾ മറുപടി പറയേണ്ട കാരണം നിങ്ങൾക്കത് അറിഞ്ഞുകൂടാ. എന്നാൽ മൗദൂദി സാഹിബ്, ഇവിടെ നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞ മൗദൂദി സാഹിബ്, ആ മൗദൂദിയുടെ ഗ്രന്ഥം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊന്ന് മറുപടി പറയാൻ പറ്റുമോ? എന്റെ ചോദ്യമാണ്, കുറിച്ചു വെച്ചോളൂ. കാരണം മൂപ്പർ എന്താ വിചാരിച്ചറിയോ? മൂപ്പർ പറയാ, ഞാൻ കുറെ ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. മൂപ്പർ ഇങ്ങോട്ട് ചോദിക്കുക, അങ്ങോട്ട് ചോദിക്കണമൊന്നുമില്ല. അതാണ് ഒന്നാമത്തെ ചോദ്യം. പിടിച്ചോ. എന്താ ചോദ്യമെന്നറിയുമോ? ഒരു പെണ്ണിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ മൗദൂദിയുടെ വീക്ഷണം എന്ത്? സാവധാനം ആലോചിച്ച് പഠിച്ച് അന്വേഷിച്ചിട്ടൊക്കെ മറുപടി പറഞ്ഞാൽ മതി. ചാടിക്കയറി മറുപടി ഒന്നും പറയണ്ട, അന്വേഷിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഏതാ പെണ്ണ് കളവമഴയിൽ അഭിനയിച്ചിട്ടുണ്ട്. പരിപാടികൾക്ക് കൂടെ പോകാനും പ്രോത്സാഹനങ്ങൾ നൽകാനും വല്ലുമ്മ ഹാജർ എപ്പോഴും ഒരുക്കമാണ്. വല്ലുമ്മ ഹാജർ റെഡിയാണ്. എന്തിനാ? പരിപാടിക്ക് കൂടെ പോകാൻ വല്ലുമ്മ ഹാജറ ഒരുക്കമാണ്. എന്റെ ഒരു പരാതി, ഹന്നയുടെ ഒരു പരാതി കേട്ടോളൂ. മുസ്ലിം സംഘടനകൾ തനിക്കിതുവരെ ഒരു വേദി പോലും തരാത്തതിൽ ഹന്നക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം സംഘടനകൾ എനിക്കൊരു വേദി തരുന്നില്ല, അതിൽ ഹന്നക്ക് വേദനയുണ്ട്. എന്നിട്ട് ജമാഅത്തുകാരന്റെ കമന്റ് കേട്ടോളൂ. ഹന്നയുടെ ഒരൊറ്റ അറബി കീർത്തന കച്ചേരി 100 മതപ്രഭാഷണത്തെക്കാൾ ഫലം ചെയ്തേക്കൂ. സദറുദ്ദീൻ മൗലവി 100 വാദം പറയണേക്കാളും നല്ലത് ഹന്നെ വിളിച്ചൊരു കച്ചേരി നടത്തില്ല. അത് ശരിയായിരിക്കും. ചിലപ്പോ ആളെ കൂടുതൽ വിട്ടു, അടുത്ത ഇലക്ഷനിൽ ആ വഴിക്കല് പോലും വോട്ട് കിട്ടിയാലോ. അപ്പോ ഈ പറയുന്ന സദറുദ്ദീൻ മൗലവി 100 വാദം പറയുന്നേക്കാളും നല്ലത് ഹന്നയുടെ ഒരൊറ്റ അറബി കീർത്തന കച്ചേരിയാണ്. അടുത്ത വാചകം കേട്ടോളൂ. ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള ഹന്നയുടെ യാത്രയിൽ, അമ്പലത്തിൽ നിന്ന് അമ്പലത്തിലേക്കുള്ള ഹന്നയുടെ യാത്രയിൽ സംഗീതത്തിന് ഭാഷ മാത്രമല്ല ജാതിയും മതവുമില്ലെന്ന് തെളിയുന്നു. കണ്ടോ? സംഗീതമായ പിന്നെ അവിടെ ദീനില്ല. രാഷ്ട്രീയത്തിൽ ദീനുണ്ട്, സംഗീതത്തിൽ ദീനില്ല. ഇത് ആരാമത്തിൽ എഴുതുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള ഹന്നയുടെ യാത്രയിൽ സംഗീതത്തിന് ഭാഷ മാത്രമല്ല ജാതിയും മതവുമില്ല എന്ന് തെളിയുന്നു. ഒരു മതവും അവിടെ ബാധകല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമുദായത്തെ ഇവരെങ്ങോട്ടായി കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഗസാലിയുടെ കഥ പറയാണ്, എന്നിട്ട് മദ്ഹ് പറയാ, ഞങ്ങള്
ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഞങ്ങളിവിടെ ഓണത്തിന് സദ്യ കൊടുക്കുന്നുണ്ട്, ക്രിസ്മസിന് പുടവ കൊടുക്കുന്നുണ്ട്, കേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്മസിന് പുടവയും കേക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാന്റെ ദീനിനെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും പറ്റുന്ന എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ശരിയാണ്. ദീനിന്റെ ശത്രുക്കൾ, ആ ശത്രുക്കൾ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്യും. പറയണ മുഴുവൻ നിങ്ങളെ സാമ്രാജ്യത്വ വിരോധം അല്ലേ? കൊക്കക്കോള പാടില്ല, സാമ്രാജ്യത്വ വിരോധം അല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയ സാമ്രാജ്യത്വം? നിങ്ങൾക്ക് മനസ്സിലാകണില്ല. നിങ്ങൾ മനസ്സിലാക്കിയ സാമ്രാജ്യത്വം എന്താണ്? ഒരു ജൂതൻ, ആ ജൂതൻ തരുന്ന ഭക്ഷണം, ഒരു സൽക്കാരത്തിന് വിളിച്ചിട്ട് ഭക്ഷണം സ്വീകരിക്കാമോ? സ്വീകരിക്കാം, ഹലാലായ ഭക്ഷണം കഴിക്കാം. അതുപോലെ ഒരു ക്രിസ്ത്യാനി, ആ ക്രൈസ്തവ സുഹൃത്ത് അദ്ദേഹം വിളിച്ചിട്ട് സൽക്കാരം നടത്തിയ സ്വീകരിക്കാമോ? സ്വീകരിക്കാം. പക്ഷേ ആ ക്രൈസ്തവ സഹോദരന്റെ മില്ലത്ത് മാർഗം, അദ്ദേഹത്തിന്റെ വിശ്വാസം സ്വീകരിക്കാമോ? പറ്റൂല. ഈ സാമ്രാജ്യത്വ വിരുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണില്ല. പക്ഷേ നിങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ അടിമകളാണ്, സാമ്രാജ്യത്വത്തിന്റെ പ്രചാരകരാണ്, സാമ്രാജ്യത്വത്തിന് വേണ്ടി ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളെ തല്ലിത്തകർക്കുന്നവരാണ്. CIA ഒക്കെ ഇൻഷാ അല്ലാഹ് വിഷയം വരുന്നുണ്ട്. നമ്മൾ CIA ഒക്കെ നന്നായിട്ട് ചർച്ച ചെയ്തേ പോവുള്ളൂ. CIA വേറെന്തെങ്കിലും മുസാദുണ്ടെങ്കിൽ അത് അവ എന്താ ഇവിടെ കേട്ടോളൂ. അൻസാർ കോളേജിൽ ക്രിസ്മസ് ആഘോഷം, ഇവരുടെ അറബി കോളേജിൽ ക്രിസ്മസ് ആഘോഷം. നമുക്ക് നോക്കാം. അൻസാർ വിമൻസ് ആൻഡ് കമ്പ്യൂട്ടർ കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം LF കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ട്രീസ ഡൊമിനിക് നിർവഹിച്ചു. എന്താ ഉദ്ഘാടനം? ഈ ക്രിസ്മസ് ആഘോഷ പരിപാടി. എന്നിട്ട് പലരും ഇങ്ങനെ പ്രസംഗിച്ചു, എന്നിവരെ സംസാരിച്ചു. എന്നിട്ട് പറയാണ് ഷെർമി ഖിറാഅത്ത് നടത്തി. എന്ത്? ഷെർമി ഖിറാഅത്ത് നടത്തി. എന്തിനാ ഖിറാഅത്ത് നടത്തിയത്? എന്തിനാ ഖിറാഅത്ത് നടത്തിയത്? ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനാണ്. ഖിറാഅത്ത് നടത്തിയതിന്റെ എന്താ അർത്ഥം? ഖുർആൻ ഓതി കൊടുത്തു. ശരി, നിങ്ങൾ ഖുർആൻ ഓതി ക്രിസ്മസ് ആഘോഷത്തിന് ഉദ്ഘാടനം കൊടുക്കുമ്പോ എന്താ ഖുർആൻ പറഞ്ഞത്? എന്താ ഖുർആൻ പഠിപ്പിച്ചത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാന്റെ ഖുർആൻ പറയുന്നത്, പഠിപ്പിക്കുന്നത്, പറയൂ നബിയേ, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു അദ്വിതീയനാണ്, അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണ്, ലം യലിദ് വലം യൂലദ്, ഒരിക്കലും അവൻ ആരെയും ജനിപ്പിച്ചവനല്ല, ആരെയും ജനിപ്പിച്ചവനല്ല. അവൻ ഒരിക്കലും ഒരു മാതാവല്ല, പിതാവല്ല, ഒരിക്കലും അവൻ ജനിച്ചുണ്ടായവനല്ല, അവന് മക്കളില്ല, അവന് മാതാപിതാക്കളില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒരാളും തന്നെയില്ല, ഒന്നും തന്നെയില്ല എന്ന് പറയൂ, പ്രഖ്യാപിക്കൂ. അള്ളാഹുവിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അള്ളാഹുവിന് മക്കളില്ല. എന്നാൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹ്ക്ക് കുട്ടിയുണ്ടായി. ആ കുട്ടി ജനിച്ചത് ഡിസംബർ 25-നാണ്. ആ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴാണ് അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് ജമാഅത്തുകാരൻ മതസൗഹാർദ്ദം പങ്കിടുന്നത്. അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് അതിനൊക്കെ കേക്ക് മുറിക്കുക. അള്ളാഹ്ക്ക് കുട്ടി ഉണ്ടായി, അതിന്റെ സന്തോഷം. ഇത് ഇസ്ലാമിക പ്രവർത്തനമാണ് പോൽ, ഇത് മതസൗഹാർദ്ദമാണ് പോൽ. എന്നാൽ അള്ളാഹ് പറയുന്നു, ഇല്ല, ഇങ്ങനെ ഒരു സൗഹാർദ്ദമില്ല. ആദർശ രംഗത്ത് വിട്ടുവീഴ്ച ചെയ്തിട്ട്, തൗഹീദ് തകർത്തു കളഞ്ഞിട്ട്, അള്ളാന്റെ ദീൻ വലിച്ചെറിഞ്ഞിട്ട് ഒരിക്കലും ഒരു സൗഹാർദ്ദവും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ തന്നെ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ വിദണ്ഡവാദത്തെ ശക്തമായി എതിർക്കുകയാണ്. യഹൂദ നസറാക്കൾ പറഞ്ഞു, ജൂതന്മാര് പറഞ്ഞു, നസാറാക്കൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതഖദർ റഹ്മാനു വലദാ, പരമകാരുണ്യകനായ റബ്ബ്, പരമകാരുണ്യകനായ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്നവര് വാദിച്ചു. ജമാഅത്തുകാരെ മനസ്സിലാക്കിക്കോ, സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊക്കക്കോള മാത്രമാണ്.
ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ നിനക്ക്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന സാമ്രാജ്യത്വ വിരോധമുണ്ട്. അത് നിനക്കറിഞ്ഞുകൂടാ, ആ തത്വം നിനക്കറിഞ്ഞുകൂടാ. അല്ലാഹ് പറയാണ്, സാമ്രാജ്യത്വ ശക്തികൾ യഹൂദ നസറാക്കൾ അവർ വാദിച്ചു, ഇത്തഖദർ റഹ്മാനു വലദ, പരമകാരുണ്യകനായ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അവർ കൊണ്ടുവന്ന വാക്ക്, നിങ്ങൾ കൊണ്ടുവന്ന വാക്ക് വളരെ ഗൗരവമുള്ള വാക്കാണ്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശത്തെ പൊടിച്ചു കളയുമാറ്, ഭൂമിയെ പിളർത്തി കളയുമാറ്, പർവ്വതങ്ങളെ തകർത്തു കളയുമാറ് ഗൗരവമുള്ള വാക്കാണ് അവർ പറഞ്ഞത്. കാരണം അവർ വാദിച്ചിട്ടുള്ളത് അൻദാഉലിർ റഹ്മാനി വലദാ, പരമകാരുണ്യകനായ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വമാ യംബഗി ലിർറഹ്മാനി അയ്യത്തഖിദ വലദാ, പരമകാരുണ്യകനായ അല്ലാഹുവിന് ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് യോജിച്ചതല്ല. ഖുർആൻ പറയാണ്, സൂറത്ത് മറിയം വായിച്ചു നോക്കണ്ടേ? എന്നിട്ട് ഇവിടെ അഭിമാനത്തോടെ മൗലവി പറയുകയാണെന്ത്, ഞങ്ങൾ അങ്ങനെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ബഹുമത സമൂഹത്തിൽ പലതും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഇന്ത്യ രാജ്യത്ത് ഒരാൾ സ്വീകരിച്ചിട്ടില്ല. മാലയിട്ട സുരേഷ് മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, അത് വർഗീയതയായിട്ട് ഞങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയിട്ട സുരേഷ് മാലയിടുന്നതിന് മുമ്പ് വരെ വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന അയൽവാസിയായ സുരേഷ് മാലയിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല. കാരണം എന്താ? സ്വന്തം ജാതിയിൽപ്പെട്ടവരിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഞാൻ മാലയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് മനസ്സിലാക്കുന്നത് വർഗീയതയല്ല, അതവന്റെ മത നിയമമാണ്. അത് പാലിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണോ, അതവൻ പാലിച്ചോട്ടെ, ഒരു തെറ്റില്ല. ആ പാലിക്കുക എന്നുള്ളത് അവന്റെ മതത്തിന്റെ ഭാഗമാണ്. ആ രൂപത്തിൽ അവർ പാലിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി അതല്ല, അത് പറ്റൂല, അവൻ വർഗീയവാദിയാണ്, അവൻ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞടക്കില്ല. അത് അവന്റെ മത നിയമമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം അവന്റെ ആദർശം നിലനിർത്തി ജീവിക്കുകയാണ്. ആ ആദർശം നിലനിർത്തി ജീവിക്കുന്ന വർഗീയതയല്ല. വർഗീയതയാണെന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പിന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ, ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ, അവരാ പറഞ്ഞ മുസ്ലിം ഏകദൈവ വിശ്വാസമൊക്കെ സ്വീകരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികളാണ്. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യമൊക്കെ അറിയുന്ന ആളുകൾ ഒരിക്കലും ആ വാദം ഉന്നയിച്ചിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ വലിയൊരു തമാശ നമ്മുടെ സദറുദ്ദീൻ മൗലവി പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സദറുദ്ദീൻ മൗലവി പറയുന്ന തമാശ, അത് നിങ്ങൾ കേട്ടോളൂ. ആത്മീയതയുടെ കച്ചവടം നമ്മുടെ രാജ്യത്ത് പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയതയുടെ കച്ചവടം, ആൾ ദൈവങ്ങൾ പെരുകുന്നു. അമ്മമാരും ബാബമാരും വിശ്വാസത്തെ വിറ്റ് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ആലിംഗനവും ചുംബനവും വരെ ആത്മീയമായി കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. മക്ബറകൾ, കെട്ടി ഉയർത്തപ്പെടുന്ന വലിയ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ വിപണനം നടത്തുന്നു. അതിന്റെ ഏറ്റവും വലിയ സൂപ്പർ കേന്ദ്രം കോഴിക്കോട്ട് വരാൻ പോവുകയാണ്. റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം വിൽക്കുന്ന ഒരു കേന്ദ്രം. അന്ധവിശ്വാസ കച്ചവടത്തെ ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന PR വർക്കിലൂടെ, പബ്ലിക് റിലേഷൻ വർക്കിലൂടെ എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ ഒരു വിഭാഗം അതിനായിട്ട് വളർന്നു വരികയാണ്. ഇപ്പൊ എന്താ വിഷയം? ഐസ്ക്രീം കഴിച്ച്, പ്രവാചകന്റെ മുടി എന്ന് പറയുന്ന മുടിയിട്ട വെള്ളം കുടിച്ച്, അത്തഹിയാത്തിൽ വിരലനക്കിയ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. എവിടെ എത്തി നിൽക്കണ ഈ സമുദായം? നമ്മൾ ആലോചിച്ച് നോക്ക്. ശരിക്കും ആലോചിക്കണം മൗലവി, എവിടെ എത്തി നിൽക്കുന്ന സമുദായം? ഇവിടെ ഇദ്ദേഹം ഈ ലോകത്തൊന്നും അല്ല ഉള്ളത്. ഏത് ലോകത്ത് ഇദ്ദേഹം ഉള്ളത്? എനിക്ക് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് വല്ലാതെ ചില സമയത്ത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കേണ്ടി വരിക. വേറെ കാര്യം ആളില്ല കൂടെ ഇത് കാണുമ്പോ. ആത്മീയ കച്ചവടത്തിനെതിരെ ആര് സദറുദ്ദീൻ മൗലവി ആരാ ഉള്ളത്? ആരാ പ്രവർത്തിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എവിടെ പ്രവർത്തിച്ചു? ഈ ആത്മീയ കച്ചവടത്തിന് കൂട്ടുനിൽക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് പറഞ്ഞിട്ട്
ആരുടെയോ മുടി കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ട് മുക്കിക്കൊടുത്ത് അതുവഴി പണം സമ്പാദിക്കുന്ന കള്ളക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളക്കടത്തുകാരന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് കള്ളന് കഞ്ഞി വെച്ചവനാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. അല്ലേ അല്ലേ? എന്നിട്ട് നിങ്ങള് പിന്നെ എന്താണ് വിരോധിക്കുകയാണ്, ഞങ്ങൾ ഇതിനെതിരെയാണ് എന്നാണ്. ഇത് മാധ്യമമാണ്, മാധ്യമം.